ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ അവസാന വിസിൽ മുഴങ്ങുന്നു. സ്റ്റേഡിയം ആകെ ആഘോഷത്തിൽ മുങ്ങുന്നു. ഒരു ഭാഗത്ത് സ്പെയിൻ താരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ആഹ്ലാദിക്കുന്നു, വിജയം പങ്കിടുന്നു. മറുവശത്ത് മൈതാനത്തിൻ്റെ കോർണറിൽ ഒരാൾ ഭിന്നനായിരിക്കുന്നു. അവൻ നിശബ്ദനായി നിൽക്കുന്നു. അവൻ്റെ കണ്ണുകൾ സജലങ്ങളായി. ഒരിക്കൽ കൂടി തൻ്റെ രാജ്യത്തിന് സ്വർണ്ണ കിരീടമണിയിക്കാൻ അവൻ ആഗ്രഹിച്ചു. 2022 ലോകകപ്പ് ഫുട്ബോളിലെ നായകൻ ഒരിക്കൽ കൂടി ലോകകപ്പ് ഉയർത്തി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഫെയർവെൽ സ്റ്റോറി രചിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഫുട്ബോൾ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കഥകൾ എഴുതാറില്ല. മുഖത്ത് കടുത്ത നൈരാശ്യം, കണ്ണുകളിൽ പറയാനാവാത്ത വികാരം. അത് ഒരു തോൽവി മാത്രമായിരുന്നില്ല, ഒരു യുഗത്തിൻ്റെ അവസാന അധ്യായമായിരുന്നു. 2 പതിറ്റാണ്ടിലേറെ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച മനുഷ്യൻ. അദ്ദേഹം ലോകത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അസാധ്യമായ ഗോളുകൾ, അവിശ്വസനീയമായ ഡ്രിബിളുകൾ. ഫുട്ബോൾ എന്ന കളിയെ ഒരു കലാരൂപമാക്കിയ മനുഷ്യൻ. കാൽപന്ത് കളിയെ മാന്ത്രികത കൊണ്ട് വശീകരിച്ച, കവിത പോലെ മനോഹരമാക്കിയ, വശ്യസുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഇതിഹാസ താരം ലയണൽ മെസ്സി. വിജയാഘോഷ വേദിക്കകലെ ആ മൈതാനത്ത് അവൻ ഇരുന്നു. നിസ്സഹായമായ ആ ഇരുപ്പിൽ എല്ലാം ഉണ്ടായിരുന്നു. ഏകാന്തപതികനായി ആ മൈതാനത്തിരിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ഓർത്തത്. അറബിക് കവിതയിലെ വരികൾ, യൗമുല്ലന വയൗമുൻ അലൈന. ഒരു ദിവസം നമുക്ക് അനുകൂലമായിരിക്കും, ഒരു ദിവസം നമുക്ക് പ്രതികൂലമായിരിക്കും. ഒരു ദിവസം നാം ചിരിക്കും, ഒരു ദിവസം നാം കരയും. ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം പോലെ കളിയിലും ചിലപ്പോൾ നാം വിജയിക്കും, ചിലപ്പോൾ നാം പരാജയപ്പെടും. ഒരു ദിവസം നമ്മുടേതായിരിക്കും, ഒരു ദിവസം നമുക്ക് പ്രതികൂലമായിരിക്കും. കളിയിലെ എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളും പരാജയപ്പെട്ട ആ രാത്രി, ന്യൂജേഴ്സിയിലെ ആ സായന്തനം തീർച്ചയായും സ്പെയിനിൻ്റെതായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലും ദുഃഖിതനായിരിക്കുന്ന മെസ്സിയെ കണ്ടപ്പോൾ വിദൂര സത്രങ്ങളിലെ വിഷാദരാവുകളിൽ കണ്ണുനീരുമായി ഏകാന്തപതികനായിരിക്കുന്ന ഒരു ദർവീഷിൻ്റെ ചിത്രമാണ് ഞാൻ ഓർത്തത്. ഒരൊറ്റ തോൽവി കൊണ്ട് മാത്രം നിർവചിക്കാൻ കഴിയുന്നതല്ല ആ ഇതിഹാസ ചരിതം. ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രമാണ്, വീരനായകനാണ് ഹെർക്കുലീസ്. അസാമാന്യ ശക്തിയുള്ള ഒരു യോദ്ധാവ്. ജീവിതം മുന്നോട്ട് വെച്ച 12 അസാധ്യമായ കാര്യങ്ങൾ, ജീവിതം മുന്നോട്ട് വെച്ച 12 അസാധ്യമായ ദൗത്യങ്ങൾ, മനുഷ്യ സാധ്യമല്ലെന്ന് തോന്നുന്ന 12 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഹെർക്കുലീസ് ഗ്രീക്ക് ഇതിഹാസത്തിലെ വീരയോദ്ധാവാണ്. ഫുട്ബോളിൽ അവതരിച്ച ഹെർക്കുലീസ് ആയിരുന്നു ലയണൽ മെസ്സി. പോരാട്ട മികവിൽ പകരക്കാരില്ലാത്തവൻ. അവൻ്റെ ജീവിത വഴികൾ എളുപ്പമായിരുന്നില്ല. ചെറിയ ഒരു കിടക്ക. 11കാരനായ ബാലൻ കട്ടിലിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ലോകകപ്പ് ട്രോഫി എന്താണെന്നറിയുന്നതിന് മുമ്പ്, ലക്ഷക്കണക്കിന് ആരാധകരുടെ ആർപ്പ് വിളികൾ കേൾക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, ആ 11കാരൻ തൻ്റെ ശരീരത്തിലെ വേദന വീണ്ടും വീണ്ടും അനുഭവിക്കുകയായിരുന്നു. അവൻ കിടക്കയുടെ അരികിലിരുന്നു. ഒരു സിറിഞ്ച് കയ്യിലെടുത്തു. ആ സൂചി സ്വന്തം കാലിലേക്ക് കുത്തിവെച്ചു. അവൻ്റെ ശരീരത്തിന് സ്വാഭാവികമായി നിർമ്മിക്കേണ്ട വളർച്ചയുടെ ഹോർമോൺ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോ ദിവസവും ഒരേ സമയം ഒരേ വേദന. അതെല്ലാം അവൻ കടിച്ചമർത്തി. അർജന്റീനയിലെ റൊസാരിയോ നഗരം. ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന പുക, പൊടി നിറഞ്ഞ തെരുവുകൾ. കുട്ടികൾ കല്ലുകൾ ഗോൾ പോസ്റ്റാക്കി ഫുട്ബോൾ കളിക്കുന്നു. 1987 ജൂൺ 4 അർജന്റീനയിലെ റൊസാരിയോ എന്ന തൊഴിലാളികളുടെ നഗരത്തിൽ ഒരു കുഞ്ഞു പിറക്കുന്നു. അവന് അവർ നൽകിയ പേര് ലയണൽ ആൻഡ്രസ് മെസ്സി എന്നായിരുന്നു. അവൻ്റെ കുടുംബം സമ്പന്നമായിരുന്നില്ല. അച്ഛൻ ജോർജ് മെസ്സി ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ ജോലി ചെയ്തു. അമ്മ സലിയ മരിയ മെസ്സി വീടുകൾ വൃത്തിയാക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. കഠിനാധ്വാനം, കുറഞ്ഞ വരുമാനം, വലിയ സ്വപ്നം, അതായിരുന്നു ആ കുടുംബത്തിൻ്റെ ജീവിതം. 4 വയസ്സുകാരനായ മെസ്സിയിൽ അമ്മൂമ്മ സെലിയക്ക് അവനിൽ മറ്റാർക്കും കാണാത്ത എന്തോ ഒന്ന് കാണാൻ കഴിഞ്ഞു. ഒരു അസാധാരണ കഴിവ്. അത് തിരിച്ചറിഞ്ഞ മുത്തശ്ശി
അവനെയും കൂട്ടി പ്രാദേശിക ക്ലബിലേക്ക് പോയി. ഫുട്ബോൾ പരിശീലകൻ ആദ്യം വിസമ്മതിച്ചു. ഇവൻ വളരെ ചെറിയ കുട്ടിയാണ്, വലിയ കുട്ടികളോടൊപ്പം കളിക്കാൻ ഇവന് കഴിയില്ല. എന്നാൽ അമ്മൂമ്മ പിന്മാറിയില്ല. ഒരിക്കൽ അവനെ കളിക്കാൻ അനുവദിക്കൂ. അവസാനം പരിശീലകൻ സമ്മതിച്ചു. പന്ത് മെസ്സിയുടെ കാലിലെത്തി. അടുത്ത നിമിഷം എല്ലാവരും നിശബ്ദരായി. തന്നെക്കാൾ വലിയ കുട്ടികൾക്കിടയിലൂടെ അവൻ കാറ്റുപോലെ കടന്നുപോയി. അന്നാണ് ചരിത്രം അവൻ്റെ ദിശ മാറ്റിയത്. 7 വയസ്സിൽ മെസ്സി ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നു. അവിടെ അവൻ സാധാരണ കുട്ടിയായിരുന്നില്ല. ഓരോ മത്സരത്തിലും ഗോളുകൾ, ഓരോ ടൂർണമെൻറ്റിലും വിജയം. 500-ലധികം ഗോളുകൾ. പരിശീലകർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മെസ്സിയുടെ ജീവിതത്തിലേക്ക് ആ ഘട്ടത്തിൽ ഒരു ഇരുട്ട് കടന്നു വന്നു. അവന് ഉയരം കൂടുന്നില്ല. മറ്റു കുട്ടികളെപ്പോലെ അവൻ വളരുന്നില്ല. വളർച്ച ഹോർമോൺ കുറവ്, ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. അടിയന്തര ചികിത്സ വേണം, അല്ലെങ്കിൽ അവൻ സാധാരണ ഉയരത്തിൽ ഒരിക്കലും വളരില്ല. മാസം ഏകദേശം $1500 ചികിത്സാ ചിലവ്. ഒരു സ്റ്റീൽ ഫാക്ടറി തൊഴിലാളിക്ക് അസാധ്യമായ സംഖ്യയായിരുന്നു അത്. അച്ഛൻ ഓവർ ടൈം ജോലി ചെയ്തു. അമ്മ കുടുംബവകയായുള്ള കാർ വിറ്റു. ബന്ധുക്കൾ അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ നൽകി. ആദ്യം ചില ക്ലബ്ബുകൾ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും വലിയ തുകയായതുകൊണ്ട് എല്ലാവരും പിന്മാറി. എല്ലാം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മറ്റൊരു വാതിൽ തുറന്നത്. പ്രതീക്ഷയുടെ ഒരു വാതിൽ. സ്പെയിനിലെ FC ബാഴ്സലോണ. മെസ്സിയും പിതാവും സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. 2000-ൽ പരിശീലന ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിച്ചു, ഇതാണോ പുതിയ താരം? മറ്റു കുട്ടികൾ അവനെ കണ്ട് ചിരിച്ചു. ഇവൻ വളരെ ചെറുതല്ലേ? എന്നാൽ കളി തുടങ്ങിയതോടെ എല്ലാവരുടെയും പരിഹാസം അവസാനിച്ചു. അവൻ്റെ പാസും ഡ്രിബിളും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പരിശീലകർ വിസ്മയം കൊണ്ടു. സ്പോർട്സ് ഡയറക്ടർ കാർലസ് റെക്സാച്ച് ഒരു കാര്യം തീരുമാനിച്ചു. ഈ കുട്ടിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ബാഴ്സലോണയുടെ ഔദ്യോഗിക നടപടികൾ വൈകിക്കൊണ്ടിരുന്നു. മെസ്സിയും കുടുംബവും തിരിച്ചു പോകാൻ ഒരുങ്ങവേ കാർലസ് റെക്സാച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു പേപ്പർ നാപ്കിൻ്റെ പുറത്ത് അദ്ദേഹം കാഷ്വലായി ഒരു കരാർ എഴുതി. ബാഴ്സലോണ ലയണൽ മെസ്സിയെ സ്വന്തമാക്കും. അവൻ്റെ ചികിത്സയുടെ മുഴുവൻ ചിലവും വഹിക്കും. ഫുട്ബോളിൻ്റെ ഭാവിയെ തന്നെ മാറ്റിയ ഒരു തീരുമാനമായിരുന്നു അത്. ലമാസിയ അക്കാദമിയിൽ അവൻ ഫുട്ബോളിൻ്റെ പുതിയ തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചു പരിശീലിച്ചു. ബാഴ്സലോണ നൽകിയ വാഗ്ദാനം പാലിച്ചു. അവൻ്റെ ചികിത്സ അവർ ഏറ്റെടുത്തു. ഓരോ രാത്രിയും വളർച്ചാ ഹോർമോൺ ചികിത്സ തുടർന്നു. പകൽ പരിശീലനം, രാത്രി ചികിത്സ. ലമസിയ പരിശീലനം അവനെ ഏറ്റവും നല്ല കളിക്കാരനാക്കി മാറ്റി. പന്ത് കാലിലെത്തിയ നിമിഷം എല്ലാവരും തിരിച്ചറിഞ്ഞു, ഈ കുട്ടി വ്യത്യസ്തനാണ്. പന്ത് അവൻ്റെ കാലിൽ ഒട്ടിപ്പിടിച്ചതുപോലെ 2 പേർ, 3 പേർ, 4 പേർ, ആരായാലും അവൻ അവരെ മറികടന്നു. ഒരു പരിശീലകൻ പിന്നീട് പറയുകയുണ്ടായി, മെസ്സിയെ തടയാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു. ലമാസിയയിലെ ഓരോ പ്രായവിഭാഗങ്ങളിലും അവൻ റെക്കോർഡുകൾ തകർത്തു. 16-ാമത്തെ വയസ്സിൽ ബാഴ്സലോണയിലെ ആദ്യ ടീമിൽ അവൻ ചേർന്നു. മെസ്സിക്ക് 16 വയസ്സ്. ഒരു ദിവസം അവനോട് പറഞ്ഞു, നാളെ ആദ്യ ടീമിനൊപ്പം പരിശീലനമുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഉണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ താരങ്ങൾ. പരിശീലനം തുടങ്ങിയതോടെ അവൻ്റെ ഭയം വിട്ടുമാറി. ലയണൽ മെസ്സിയുടെ പേര് ലോകം അറിയാൻ തുടങ്ങി. മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി മാറിക്കഴിഞ്ഞിരുന്നു. ബാഴ്സലോണയിൽ അവനെല്ലാം നേടി. ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, ബാലൻ ഡിയോർ, ലോകത്തിൻ്റെ മുഴുവൻ ആദരവും പിടിച്ചുപറ്റി. പക്ഷേ ഒരു ചോദ്യം മാത്രം അവനെ പിന്തുടർന്നു, അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പ് എപ്പോഴാണ്? ആ ചോദ്യം മെസ്സിയുടെ ജീവിതത്തെ പിന്തുടർന്നു. മറഡോണയെപ്പോലെ ലോകകപ്പ് നേടാൻ മെസ്സിക്ക് കഴിയുമോ? ഇത് മാത്രമായിരുന്നു അർജന്റീനയിൽ ഉയർന്ന ചോദ്യം. ആ ചോദ്യം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദമായി മാറി. 2014-ലെ ലോകകപ്പ് സ്വപ്നം. മെസ്സി ടീമിനെ നയിക്കുന്നു. അവൻ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ അവൻ തിളങ്ങി. ഇറാൻ,
ബോസ്നിയ, നൈജീരിയ. ഓരോ മത്സരം കഴിയും തോറും ആ രാജ്യം വിശ്വസിക്കാൻ തുടങ്ങി, ഇതാണ് നമ്മുടെ വർഷം. 2014 ഫുട്ബോൾ ഫൈനൽ അവന് വേദനാജനകമായ ഒരു രാത്രിയായിരുന്നു. ജൂലൈ 13, 2014 ലോകകപ്പ് ഫൈനൽ. അവസാന വിസിൽ മുഴങ്ങി. മെസ്സി നിശബ്ദനായി നിന്നു. ട്രോഫി അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു, പക്ഷേ അത് മറ്റൊരാളുടേതായിരുന്നു. ലോകകപ്പിനെ നോക്കി നിൽക്കുന്ന മെസ്സിയുടെ ആ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ചിത്രങ്ങളിലൊന്നായി മാറി. തുടർച്ചയായ ഫൈനൽ തോൽവികൾ. 2022 ലോകകപ്പ് ഖത്തറിൽ വെച്ച് നടക്കുന്നു. 35-കാരനായ മെസ്സിക്ക് ഇത് അവസാന ലാപ്പായിരുന്നു. ലോകം മുഴുവൻ അവനെ നോക്കിയിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ സൗദി അറേബ്യയോട് അപ്രതീക്ഷിതമായ തോൽവി. വീണ്ടും വിമർശനങ്ങൾ. എല്ലാം കഴിഞ്ഞു, അർജന്റീന പുറത്തു പോകും. പക്ഷേ ഫീനിക്സ് പക്ഷിയെപ്പോലെ മെസ്സി വീണ്ടും ചാരത്തിൽ നിന്ന് കുതിച്ചുയരുന്നതാണ് നാം കണ്ടത്. മെക്സിക്കോക്കെതിരായ ഗോൾ, നെതർലാൻഡ്സിനെതിരെയുള്ള പോരാട്ടം, ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കണ്ട ഫൈനൽ, ഫ്രാൻസ് വേഴ്സസ് അർജന്റീന. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനലുകളിലൊന്ന്. അർജന്റീന ലോക ചാമ്പ്യന്മാർ. മെസ്സി മുട്ടുകുത്തി കരഞ്ഞു. ജീവിതം മുഴുവൻ പിന്തുടർന്ന ആ ട്രോഫി അവൻ കൈകളിലെടുത്തു. ആ ഇതിഹാസത്തിൻ്റെ ദൗത്യം ഖത്തറിലെ ലോകകപ്പിൽ പൂർത്തിയായി. 2026 ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് അടിയറവ് പറഞ്ഞ ആ പരാജയത്തിൻ്റെ ദിവസം കൊണ്ട് മാത്രം അളക്കാൻ കഴിയുന്നതല്ല മെസ്സി എന്ന ഇതിഹാസ നായകൻ്റെ ചരിത്ര നേട്ടങ്ങൾ. അവൻ ദാരിദ്ര്യത്തെ തോൽപ്പിച്ചു, അസുഖത്തെ തോൽപ്പിച്ചു, വിമർശനങ്ങളെ തോൽപ്പിച്ചു. രണ്ടാമതും ലോക കിരീടം ഉയർത്തിപ്പിടിക്കാം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെ മെസ്സി ഫുട്ബോൾ മൈതാനത്തോട് കരഞ്ഞുകൊണ്ട് വിട പറയുമ്പോഴും അദ്ദേഹം അവശേഷിപ്പിച്ച ലെഗസി ഒരിക്കലും അസ്തമിക്കുകയില്ല. നിനക്ക് ഫുട്ബോൾ പ്രേമികളുടെ കണ്ണീർ ചുംബനങ്ങൾ. നീ മൈതാനം വിട്ടാലും നീ സൃഷ്ടിച്ച മാന്ത്രിക നിമിഷങ്ങൾ ഒരിക്കലും ഫുട്ബോൾ മൈതാനത്തെ വിട്ടുപോകില്ല. നീ സൃഷ്ടിച്ച അനർഘ നിമിഷങ്ങൾ എല്ലാവരും എക്കാലത്തും ഓർത്തു വച്ചിരിക്കും. ഇതിഹാസങ്ങൾ വിരമിക്കില്ല, അവർ ചരിത്രമായി ജീവിക്കും. അൽവിദ, അൽവിദ മെസ്സി.